നിയമനം എവിടെയുണ്ട്? അർജുൻ കല്യാടിലേക്ക് നമുക്ക് അതിനിടയിൽ ഒന്ന് പോകാം. അർജുൻ കല്യാട്, PV അൻവറിന്റെ ശക്തി പ്രകടനം തുടങ്ങിയോ? പുതിയ മുന്നണിയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആവേശത്തോടു കൂടിയുള്ള ഒരു പത്രികാ സമർപ്പണമായിരിക്കുമോ നമ്മൾ കാണാൻ പോകുന്നത്? തീർച്ചയായിട്ടും സുജയ, വലിയ ആവേശം തന്നെയാണ് തൃണമൂൽ മുന്നണിയിലും കാണാൻ വേണ്ടി കഴിയുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നുള്ളതാണ് ഈ മുന്നണിക്ക് ഇപ്പോൾ പേര് നൽകിയിരിക്കുന്നത്. അൻവർ തന്നെയാണ് ഈ മുന്നണിയുടെ പേര് പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ വലിയ ആവേശത്തോടു കൂടി വലിയ DJ സംവിധാനം ഉൾപ്പെടെയുണ്ട്, കൊടികളുണ്ട്, പിണറായിസം തുലയട്ടെ എന്ന ടീഷർട്ടുകൾ അണിഞ്ഞിട്ടുണ്ട്, അൻവറിന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുക്കുന്നത്. എന്താണ്, അൻവർ ജയിക്കോ? അൻവർ 100% ജയിക്കും. എന്താണ് അതിനുള്ളൊരു പറയാനുള്ള ജനമനസ്സുകളിൽ അൻവറേ ഉള്ളൂ, വേറെ ആരുമില്ല. നിലമ്പൂരിന്റെ മനസ്സിൽ അൻവറേ ഉള്ളൂ. അതാണ് അറിയല്ലേ. എന്താണ് ഇവിടെ അൻവർ വലിയ പുരുഷതയായിരിക്കും. ഞങ്ങൾ തെക്കൻ കേരളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്, കരുനാപ്പള്ളിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. രണ്ട് മുന്നണികളിലും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അൻവറിന് അത്രമാത്രം രണ്ട് മുന്നണികൾക്ക് അതിനേക്കാൾ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി കഴിയും. ഉറപ്പായിട്ടും കഴിയും. തീർച്ചയായിട്ടും അൻവറിനെ ഇവിടെ വിജയം ഉണ്ടാവുന്നുള്ള വൻ ഭൂരിപക്ഷത്തിൽ അൻവർ ജയിച്ചിരിക്കും. എന്താണ് തോന്നുന്നത്? ഞാൻ വയനാട്ടിൽ നിന്ന് വന്നതാണ്. അൻവർ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കളമൊരുക്കി കഴിഞ്ഞു. അൻവർ 100% വിജയിച്ചിരിക്കും. 100% വിജയിക്കും. കേരളത്തിലെ ജനങ്ങൾ ഒരു മൂന്നാം മുന്നണി പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് PV അൻവറിന്റെ വിജയം സുനിശ്ചിതം. എന്തായാലും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രകടനം അല്പസമയത്തിനകം തന്നെ ഈ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും ചന്തക്കുന്നിലപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറാക്കുകയാണ്. PV അൻവറിന്റെ പുതിയ മുന്നണിയുടെ പേരിൽ പിണറായിസം തുലയട്ടെ എന്ന് എഴുതിയ ടീഷർട്ടുകളൊക്കെ ധരിച്ചാണ് ആളുകൾ നിൽക്കുന്നത്. ഇങ്ങ് തെക്കൻ കേരളത്തിൽ നിന്ന് വരെ പിന്തുണയ്ക്കാനായി ആളുകൾ എത്തിയിട്ടുണ്ട്. പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എം സ്വരാജ് പത്രിക സമർപ്പിക്കാൻ കാത്തിരിക്കുന്നു. ശിവസേന സ്ഥാനാർത്ഥിയോടെ പത്രിക സമർപ്പിക്കുന്നു. NDA സ്ഥാനാർത്ഥി കുറച്ചുകൂടി കഴിയുമ്പോൾ പത്രിക സമർപ്പിക്കാൻ വരാൻ പോകുന്നു. അങ്ങനെ നിലമ്പൂർ പൂർണ്ണമായും സജ്ജമാവുകയാണ്. തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്. ഇടവേളയ്ക്ക് ശേഷം.